നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലാണ് ഇത്. പിന്നെ വലിയ ഞെട്ടൽ എന്ന് വെച്ചാൽ ഒരിക്കലും ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. കാരണം മകളോട് വിളിച്ചപ്പോൾ മകള് പറഞ്ഞത് ഐഡൻറ്റി ചോദിച്ചിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറയണം. ഐഡൻറ്റി ചോദിച്ചാൽ ഐഡൻറ്റി നോക്കി ഉടനെ തലയിൽ ഷൂട്ട് ചെയ്യുമെന്ന് പറയണം. എന്താണിത്? മാത്രമല്ല ഈ രാമേന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്ന എല്ലാവരുമായി നല്ല ബന്ധം, റെസിഡൻസ് അസോസിയേഷൻ, ഞങ്ങളുടെ NSSൻ്റെ ഒക്കെ സഹപ്രവർത്തകനാണ്. എല്ലാവരുമായിട്ട് നല്ല ഇതാണ്. പഴയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് പുള്ളി. ഇപ്പോൾ വന്നിട്ട് ഒരു 3-4 കൊല്ലം ആയുള്ളൂ റിട്ടയർമെൻറ്റായി വന്നിട്ട്. അപ്പം ഫാമിലിയായിട്ട് എല്ലാ കാര്യത്തിനും എല്ലാവരുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ പോണ ഒരു വ്യക്തിയാണ് പുള്ളി. എന്തിനും ഞായറാഴ്ച വരും എന്ന് പറഞ്ഞ് പോയതാണ്. അതിനുശേഷം ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിഷുവിൻ്റെ ആഘോഷം, ഒരു നന്മയുടെ ആഘോഷം കഴിഞ്ഞ് പോയ ഒരാൾ, കൊച്ചുമക്കളുമൊത്ത് ആഘോഷിക്കാൻ പോയ ഒരാൾ, നമ്മുടെ സഹോദരൻ, അത് നഷ്ടപ്പെടുമ്പോഴുള്ളൊരു വേദന വാസ്തവത്തിൽ ഇത് ഞെട്ടിക്കുന്നതാണ്. കാരണം ജമ്മു കാശ്മീർ വളരെ ശാന്തമായി, വളരെ ടൂറിസ്റ്റുകൾ മുന്നോട്ട് വരുന്നൊരു കാലഘട്ടത്തിൽ അതിനെ തകർക്കുക എന്ന ലക്ഷ്യവും അതോടൊപ്പം ഇന്ത്യയുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുക എന്നുള്ള ചിന്ത ഇതിൻ്റെ പുറകിലുണ്ട്. ആ തീവ്രവാദം വെറുക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. എന്തായാലും വലിയ വേദനയാണ് ഇവിടത്തുകാർക്കുള്ളത്. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാപ്ഷനുണ്ട്. അതായത് ലൈഫ് ഈസ് ബെറ്റർ ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിലെ ജീവിതം മികച്ചതാണ് എന്നതാണ്. അങ്ങനെ നമുക്ക് ഇവിടെ ഈ വീട് നോക്കുമ്പോൾ തന്നെ അറിയാം, ഏറെ പ്രകൃതിയൊക്കെ ഏറെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് കശ്മീർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായൊരു പ്രദേശമാണ്. ആ മനോഹരമായ പ്രദേശം കാണാൻ പോയതാണ് അദ്ദേഹവും കുടുംബവും. രാമചന്ദ്രനും ഭാര്യ ഷീലയും മകളും 2 കുട്ടികളും, അവരുടെ കുട്ടികളുമാണ് ഈ സംഘത്തിൽ ഉണ്ടായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പോയത്. അതിനിടയിൽ പലരെയും വിളിക്കുന്നുണ്ടായിരുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതിനിടയിലാണ് ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മകളുടെ മുന്നിൽ വെച്ചാണിത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഞായറാഴ്ച മടങ്ങിയെത്തേണ്ടതായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു ആഘാതം അവർക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പേർ ഈ വീട്ടിലേക്ക്, ഇടപ്പള്ളി മാമംഗലത്തെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു നിൽക്കാൻ വയ്യ, ഈ വാർത്ത കേട്ടിട്ട് വിറച്ചിട്ടുണ്ട്. അതെ തന്നെ, ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്ന് വിമുക്തരായിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇങ്ങനെ എന്താ പറയാൻ വാക്കുകളില്ല. സത്യം പറഞ്ഞ ഞെട്ടൽ തന്നെ. ഞെട്ടലിനോട് മാത്രമല്ല, ഒരു ഭീതിമായ ഒരു സ്നേഹമാണ് ഞങ്ങൾ കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും. എന്ത് കാര്യം ഏറ്റെടുത്താലും മുന്നോട്ട് നല്ല ഊർജ്ജസ്വലമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അസോസിയേഷൻ പിന്നെ അമ്പലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യം നമ്മൾ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർജ്ജസ്വലതയായിട്ട് നമുക്ക് ആ സെക്കൻഡ് നമ്മളൊന്നും അറിയില്ല, നമുക്കത് സാധിപ്പിച്ചു തരുന്നൊരു വ്യക്തി കൂടിയാണ്. എൻ്റെ ബന്ധുവാണ്. എല്ലാം കൊണ്ടും പുള്ളിക്ക് ഇങ്ങനൊരു സംഭവം വന്നതിൽ ഞങ്ങൾ എന്താ പറയാൻ പറ്റുക, വാക്കുകളില്ലതിന്. അത്രയ്ക്കും വേദനാജനകമാണ്. ഇവരുടെയൊക്കെ ഈ വാക്കുകൾ പോലെ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. കാരണം ആ ഒരു വേദനയിലാണ് ഇവർ കാര്യങ്ങൾ കഴിച്ചുകൂട്ടുന്നത്. എന്തായാലും വൈകിട്ട് ഒരു 4:30 മണിയോടുകൂടി ഡൽഹിയിൽ നിന്ന് വിമാനം പോരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു 7:30-8 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ മൃതദേഹം എത്തിക്കും. അതിനുശേഷം കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടാകും. അതിനുശേഷം ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 29 കൊല്ലപ്പെട്ട മനുഷ്യരിൽ ഒരാൾ മലയാളിയാണ്. N. രാമചന്ദ്രൻ എന്ന ഇടപ്പള്ളി മാമംഗലം സ്വദേശി മകളുടെ മുമ്പിൽ വെച്ചാണ്, പലരെയും അങ്ങനെയാണ്, മഞ്ജുനാഥ്, കർണാടക സ്വദേശിയായ മഞ്ജുനാഥിനെ ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് കൊന്നത്. നേരത്തെ ഹിമാൻഷു സംസാരിച്ചത് നമ്മൾ അവരുടെ ബൈറ്റ് കേട്ടു. ഇങ്ങനെ അതിഭീകരമായ രാജ്യത്തിൻ്റെ മനസാക്ഷിയെ തന്നെ മുറിവേൽപ്പിക്കുക, മാറാത്ത ഒരു മുറിവ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ലഷ്കർ-ഇ-തോയ്ബയുടെ ഓഫ് ഷൂട്ട് സംഘടനയായ TRF ഈ നൃശംസമായ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിനോട് ഇനി എങ്ങനെ പ്രതികരിക്കും രാജ്യം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.